സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാധനമാണ് ലിവർ ഫ്രൈ. ഇതിനായിട്ട് നല്ല പച്ചിച്ചിരിക്കുന്ന, ഇങ്ങനെ നല്ല പച്ചയായിട്ട് ഇരിക്കുന്ന ലിവർ അങ്ങ് എടുത്ത് കഴുകി വൃത്തിയാക്കി നല്ല ചൂട് വെള്ളത്തിലോട്ട് അങ്ങ് എടുത്ത് ഇടുക. എന്നിട്ടുണ്ടല്ലോ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തങ്ങ് ഇടുക. മഞ്ഞപ്പൊടി ഇങ്ങനെ എടുത്ത് ഇട്ടിട്ട് ഇങ്ങനെ വിതറി ഇടുക. എന്നിട്ടുണ്ടല്ലോ കുറച്ച് ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടെ അതിലോട്ട് അങ്ങ് എടുത്ത് ഇടുക. അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കലക്കി ഒരു മഞ്ഞ വെള്ളം ആക്കുന്നത് വരെ ഇങ്ങനെ കലക്കി വെച്ചുകൊണ്ട് അങ്ങ് ഇരിക്കുക. വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഒരു പ്ലേറ്റിൽ തന്നെ കുറച്ച് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ചുമന്ന മുളകും പച്ചമുളകും അരിഞ്ഞതും പിന്നെ ചെറിയ ഉള്ളി എല്ലാം അങ്ങനെ ചെയ്ത് വെക്കും. അപ്പോൾ അതാ നമ്മുടെ ഈ മഞ്ഞ വെള്ളത്തിൽ കിടന്ന് നമ്മളെ ലിവർ ഇങ്ങനെ കൂടാന്നും പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ വരും. അതാ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു മഞ്ഞച്ചിരിയും, ഇതാ ഇങ്ങനെ ലിവർ ഒരു മഞ്ഞ ചിരിയും ചിരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ സാധനം എടുത്ത് മാറ്റി ചട്ടി തന്നെ കുറച്ചൊരു വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കും. അപ്പോഴത്തേക്കും നമ്മളെ വെളിച്ചെണ്ണ ഇതാ കിടന്ന് കുടുകുടാന്ന് പറഞ്ഞിങ്ങനെ തിളയ്ക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് എടുത്തങ്ങ് ഇടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തട്ടി പതിയെ അങ്ങ് ഇട്ടങ്ങ് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കൈ ഇരിക്കുന്ന ആ സ്പൂൺ വെച്ച് ആ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൊച്ചുള്ളിയും എല്ലാം കൂടെ ആ എണ്ണയിലിട്ട് ഇങ്ങനെ തട്ടി ഇളക്കി ഇങ്ങനെ എടുക്കുക. അങ്ങനെ കുറച്ച് നേരം ഈ വെളുത്തുള്ളി സവാളയും എല്ലാ ഐറ്റവും കൂടെ ഇട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇച്ചിരി പണിയുള്ള കേസാണെന്ന് അറിയാം, എന്നാലും ഇതേപോലെ ഇളക്കി ഇങ്ങനെ എണ്ണയിലിട്ട് ഇങ്ങനെ കുടുകുടാ ഇങ്ങനെ വെക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ നല്ല ചുമല കളറിലങ്ങിരിക്കും. അതിലൂടെ നമ്മൾ ഇച്ചിരി അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ കൊണ്ടങ്ങ് ഇടുക. പിന്നെ തക്കാളിൻ്റെ ആ നീരും ഇതെല്ലാം കൂടെ നമ്മളെ സവാളയിലും പച്ചമുളകിലും പിന്നെ കൊച്ചുള്ളിയിലും കൂടെ ഇങ്ങനെ പിടിച്ചങ്ങിരിക്കും. അങ്ങനെ ആ തക്കാളിയും സവാളയും കൊച്ചുള്ളിയും എല്ലാം കൂടെ ഇങ്ങനെ വഴട്ടി നന്നായിട്ട് ഇങ്ങനെ വഴട്ടിക്കൊണ്ടേയിരിക്കും. സംഭവം കുറച്ച് നേരത്തെ പണിയുണ്ട്. തക്കാളി ഇട്ടിട്ട് സംഭവം ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴട്ടുക. ഇത് കഴിഞ്ഞ് നമ്മളെ മസാലകളെല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ആദ്യം നല്ല എരിവ് കിട്ടാനായിട്ട് ഇച്ചിരി മുളക് പൊടി, 1 സ്പൂൺ മൊത്തത്തിൽ എടുത്തില്ല, കാരണം ഇപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ബാക്കി ആ ലിവറും കൂടെ ഇടാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി നല്ല രീതിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുക. എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇടുക. പിന്നെ ലേശമൊക്കെ ഉപ്പിടുക. കാരണം നമ്മൾ ആ മഞ്ഞപ്പൊടി ഇട്ട് അവിച്ച് വെച്ചേക്കുന്ന ലിവറിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ലേശം ഗരം മസാലയും കൂടെ അങ്ങ് ചേർക്കുക. പിന്നെ നമ്മളെ മെയിൻ ഐറ്റം നല്ല കുരുമുളക് പൊടി. കാരണം നല്ല ലിവർ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ കുരുമുളക് പൊടീൻ്റെ ഫ്ലേവറാണ് അതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് നിൽക്കുന്നത്. പിന്നെ ഈ മസാലകളും കൂടെ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങ് വഴട്ടുക. ഈ സവാളയിലും ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിലും പിന്നെ ഈ മുളകിലും എല്ലാത്തിനും കൂടെ ഇട്ട് വഴട്ടി ഇങ്ങനെ വയ്ക്കുക. എന്നിട്ടാണ് നമ്മൾ അടുത്ത ഐറ്റം ചെയ്യാൻ പോകുന്നത്. നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നല്ല തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ലിവർ ഉണ്ടല്ലോ, ലിവർ നേരെ ഇതിലോട്ടാണ് തട്ടുന്നതിന് മുന്നേ ഈ മസാല എല്ലാം കൂടെ ഇങ്ങനെ പരത്തി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അവിച്ച് വെച്ചിട്ടുള്ള ലിവർ ഉണ്ടല്ലോ അതിലോട്ട് എടുത്തങ്ങ് തട്ടുക. എന്നിട്ട് ഈ ലിവറും ഈ മസാലകളും എല്ലാം ഇങ്ങനെ വഴട്ടി അങ്ങ് എടുക്കുക. അങ്ങനെ വഴട്ടി എടുത്ത് ഈ സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ ഇതിലോട്ട് ഇങ്ങനെ വഴട്ടി ഇങ്ങനെ പിടിപ്പിക്കുക. നമ്മളാ എത്ര ഇളക്കി പിടിപ്പിക്കുന്നോ നമുക്ക് അത്രയും ടേസ്റ്റ് കൂടുമെന്നാണ് ഈ പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ്സോ, 1 ഗ്ലാസ് കൂടുതലല്ല, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. സംഭവം ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. സംഭവം അതിൽ കാണിക്കാൻ പറ്റില്ല, കാരണം 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സംഭവം നിങ്ങൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നെ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഈ മസാല ഈ പറയുന്നത് കുറച്ച് എരി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ കൂടുതലിടുക. അങ്ങനെ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ചിങ്ങനെ വിരവി എടുക്കുക. വേണമെങ്കിൽ ഇച്ചിരി ഉപ്പൂടെ ഇടാം, കാരണം എനിക്കെന്തോ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചതിലായാലും നേരത്തെ ഇട്ടതിലായാലും എനിക്കൊരു ഉപ്പ് കുറവുപോലാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പൂടെ അതിലോട്ട് അങ്ങ് ആഡ് ചെയ്തു. പിന്നെ മസാല ഇട്ടിട്ട് ഒന്നുകൂടെ ഈ പറയുന്ന കണക്ക് സ്പൂൺ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി എടുത്ത് സംഭവം ഇതിനിടയിൽ ഞാൻ വെള്ളം ചേർത്ത സംഭവം നിങ്ങൾക്ക് ആ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. സംഭവം ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ച് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഈ മസാല എല്ലാം കൂടെ ആ ലിവറിലോട്ട് അങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടച്ച് വെച്ചിട്ട് തുറന്ന ഒരു റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് സംഭവം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഇത്തിരി ബോയിലും കൂടെ ചെയ്തെടുക്കണം. അങ്ങനെ വഴട്ടി എടുത്തതിൻ്റെ റിസൾട്ട് ആ സംഭവം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കൂടെയുള്ള ഒരു പയ്യൻ ഒരു പ്ലേറ്റിൽ അവൻ തക്കാളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് വന്നു. ഞാൻ നേരെ ഈ ലിവർ ഫ്രൈ എടുത്ത് സംഭവം ഈ പ്ലേറ്റിലോട്ട് അങ്ങ് എടുത്തങ്ങ് ഇട്ട് സംഭവം അവൻ്റെ ഡെക്കറേഷനും എൻ്റെ ഫുഡ് കൂടെ ആയപ്പോൾ സംഭവം ജോറായിട്ടുണ്ട്. അങ്ങനെ നല്ല ആവി വരുന്ന ലിവർ ഫ്രൈ അങ്ങനെ റെഡി. സംഭവം ചില സ്ഥലത്തൊക്കെ ഇത് ലിവർ റോസ്റ്റ് എന്നും പറയും, ചില കടകളിൽ ഇത് ലിവർ ഫ്രൈ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഇത് തന്നെയാണ്. അങ്ങനെ ഈ ലിവർ ഫ്രൈയും
പിന്നെ കുറച്ച് ചോറും പിന്നെ കുറച്ച് അവിയലൊക്കെ എടുത്തിട്ട് ഒരു പിടി പിടിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.